ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. അതിനുവേണ്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ എന്തെങ്കിലും ചേർത്താൽ മതി. ഞാൻ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കാതെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് പൊടി കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച്, പുട്ടിന് നനയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൊടി നനയുന്നതനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഇത് ഇച്ചിരി നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി ശരിയാക്കിയെടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്താം. നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ഒരു കറി വെക്കാം. അതിനുവേണ്ടി ഉരുളക്കിഴങ്ങും മുട്ടയും വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും മുട്ടയും നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള സവോള വഴറ്റിയെടുക്കാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളെല്ലാം കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സവോളയും മസാലകളെല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തത് രണ്ടും കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേകണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് വെന്ത് ചാറ് കുറുകി വരുമ്പോഴേക്കും നമുക്ക് വാങ്ങാം. ഇവിടെ ഉരുളക്കിഴങ്ങും മുട്ടക്കറിയും കൂടി നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് നമുക്കിതിന് താളിക്കുന്നതിനായിട്ട് ഉള്ള അതെടുക്കാം. ഞാൻ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു, ഉള്ളി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ട് കടുക് ഇട്ടു. ചെറിയ പാത്രമാണേ, ഓരോന്നിട്ടുകൊണ്ടിരുന്ന പാത്രം കരിയതുകൊണ്ട് കനം കുറഞ്ഞ പാത്രമായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വറുത്തെടുക്കും. എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടേ.
ഇവിടെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് കടുകും ഉള്ളിയും കറിവേപ്പിലയും അങ്ങനെ താളിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തേ. കഴിച്ചു നോക്കാം. സൂപ്പർ.